Golden Gate by Alistair MacLean. ഏകദേശം 12:45 റഫ്സൻ തിരികെ ബസ്സിലേക്ക് പ്രവേശിച്ചു. ആദ്യം ശ്രദ്ധിച്ചത് ബ്രാനറ്റിനെയും ജോൺസനെയാണ്. ബ്രാനറ്റ് അപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ ജോൺസൺ ശരീരമൊക്കെ ഒന്ന് ഇളകി തുടങ്ങിയിരിക്കുന്നു. റഫ്സന് മനസ്സിലായി ജോൺസൺ അധികം വൈകാതെ ഉണരും. റഫ്സൻ ജോൺസനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് ആ ബസ്സിന്റെ സ്റ്റെപ്പിൽ കൊണ്ടിരുത്തി. അല്പം കഴിഞ്ഞ് ഉണരുമ്പോൾ ജോൺസൺ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് അതിലെ ഗാർഡ് ഡ്യൂട്ടിക്കൊക്കെ വന്നു, ആ സമയത്ത് ക്ഷീണം കൊണ്ട് പടിയിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നേ വിചാരിക്കുള്ളൂ. റഫ്സൻ പറഞ്ഞു, ഞാനേ ഇനി കുറച്ചു നേരം ഉറങ്ങാൻ പോവുകയാണ്. നീ ഉറങ്ങുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരും തോന്നില്ല. ശരി. പെട്ടെന്ന് ഏപ്രിൽ വെനസ്ഡേ റഫ്സന്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതെന്താ താങ്കളുടെ കഴുത്തില്? അപ്പോഴാണ് റഫ്സൻ ആലോചിക്കുന്ന ഉറക്കക്ഷീണത്തിൻ്റെ ഇടയിൽ അത് മറന്നുപോയി. നേരത്തെ സബ്മറൈനിൽ നിന്ന് കിട്ടിയ ട്രാൻസ് റിസീവർ അപ്പോഴും കഴുത്തിൽ ഒരു സ്ട്രാപ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. റഫ്സൻ ആലോചിച്ചു, ഇപ്പൊ ബ്രാൻസറിനെ കാണുക വേണ്ടു, എല്ലാം തകയും. റഫ്സൻ അതിന്റെ സ്ട്രാപ്പ് അഴിച്ചു, പോക്കറ്റിലിട്ടു. ആ ട്രാൻസ് റിസീവർ നമ്മൾ രാവിലെ കണ്ട പോലെ ആ ക്യാമറയുടെ അടിയിലുള്ള രഹസ്യ അറയിലേക്ക് മാറ്റി. ഏപ്രിൽ വെനസ്ഡേ ചോദിച്ചു, ഇതെന്താ സാധനം? അതൊരു ചെറിയ ക്യാമറ. എനിക്കത് കണ്ടിട്ട് ഒരു റേഡിയോ സെറ്റ് പോലെ തോന്നിയത്. എന്നാ അങ്ങനെ. ഇതെവിടെ നിന്ന് കിട്ടി? അത് ഇതിലെ പോയൊരു ഫ്രണ്ട് തന്നു. എനിക്കേ എല്ലായിടത്തും ഉണ്ട് ഫ്രണ്ട്സ്. ജോൺസൺ ഉണർന്നു ചാടി എണീറ്റു. റഫ്സൻ ചിന്തിച്ച പോലെ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് മാത്രമേ ചിന്തയുള്ളൂ, വേറെ ചിന്തകളൊന്നുമില്ല. ജോൺസൺ നോക്കുമ്പോൾ ബ്രാനറ്റ് സീറ്റിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. ജോൺസൺ ചെന്ന് ബ്രാനറ്റിനെ ഒന്ന് കുലുക്കി വിളിച്ചു, താൻ എന്താണ് ഉറങ്ങുക? ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഉറങ്ങിയിരുന്ന ആളിപ്പോ സ്വന്തം കാര്യം ക്ലിയർ ആക്കി. ബ്രാനറ്റ് ഒന്ന് ഞെട്ടി കൊണ്ട് എണീറ്റിട്ട് പറഞ്ഞു, ഉറങ്ങേ? കണ്ണൊന്ന് അടച്ച് ഞാനൊന്ന് റെസ്റ്റ് എടുത്തു, അപ്പോഴേക്കും വന്ന് ഇതാണോ ചോദിക്കുന്നത്? രണ്ടാളും സ്വന്തം വീക്ക്നെസ് മറച്ചു വയ്ക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണ്. റഫ്സൻ മെല്ലെ ഏപ്രിൽ വെനസ്ഡേയോട് പറഞ്ഞു, ഇവിടെ വന്ന് ഇരുന്നപ്പം നല്ല ഉറക്കമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉറക്കം പോയി. പക്ഷേ എനിക്ക് ഉറങ്ങിയേ പറ്റൂ. നീയേ ആ സ്പ്രേയും എടുത്ത്. വന്ന ഉടനെ തന്നെ സ്പ്രേ എടുത്ത് അവളുടെ ബാഗിൽ വെച്ചിരുന്നു. അവള് ഒരു അത്ഭുതത്തോടെ ആ സ്പ്രേ എടുത്ത് റഫ്സന്റെ കൈ കൊടുത്തു. റഫ്സൻ അത് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സെക്കൻഡ് കഴിയുമ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇത് എടുത്ത് ബാഗിലിട്ടേക്കണം. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സ്പ്രേ സ്വന്തം മൂക്കിന് നേരെ പിടിച്ചൊന്നടിച്ചു. അതോടെ സുഖമായ ഉറക്കവും തുടങ്ങി. ഏപ്രിൽ വെനസ്ഡേ ആ സ്പ്രേ റഫ്സന്റെ കയ്യിൽ നിന്ന് മെല്ലെ എടുത്ത് ബാഗിലേക്ക് ഇട്ടു. ഈ സമയത്ത് ബ്രാൻസന്റെ ബസ്സില് ബ്രാൻസൺ ഫ്രണ്ട് സീറ്റിൽ, അതായത് ഡ്രൈവറുടെ സീറ്റിന്റെ വലതുവശത്തുള്ള സീറ്റിൽ ഇരുന്ന് നല്ല സുഖമായ രീതിയിൽ ഉറങ്ങുന്നുണ്ട്. ടെൻഷനൊന്നുമില്ല, എല്ലാം വിചാരിച്ച പോലെ നടന്നിരിക്കുന്നു. മാത്രമല്ല ഗാർഡുകൾ എല്ലാ ഭാഗത്തും ഡ്യൂട്ടിയിലുണ്ട്. ആ സമയത്ത് ക്രൈസ്ലർ ചെന്ന് ബ്രാൻസനെ ഒന്ന് കുലുക്കി വിളിച്ചു. ബ്രാൻസൺ ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, നിനക്ക് കുഴപ്പമുണ്ടോ? ക്രൈസ്ലർ പറഞ്ഞു, കുഴപ്പം എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താ? വാനിഫാൻ ഒരു അരമണിക്കൂർ മുമ്പ് മൊത്തം ഒന്ന് ചെക്കപ്പ് ചെയ്ത് വരാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഇത്ര നേരമായിട്ട് ആളെ കണ്ടിട്ടില്ല. പോകുമ്പോ അയാളുടെ പിസ്റ്റളുണ്ടായിരുന്നില്ലേ? ക്രൈസ്ലർ വീണ്ടും പറഞ്ഞു, അതില്ലാതെ എപ്പോഴെങ്കിലും അയാളെ സാറ് കണ്ടിട്ടുണ്ടോ? ബ്രാൻസൺ ചാടി എണീറ്റു, അയാളുടെ തോക്ക് കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, വാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏത് ഭാഗത്തേക്കാണ് അവൻ പോയെന്ന് ശ്രദ്ധിച്ച? നോർത്ത് ഭാഗത്തേക്കാണ് സർ, അതായത് നമ്മുടെ പത്രക്കാരുടെ ബസ് നിൽക്കുന്ന ഭാഗത്ത്. രണ്ടാളുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ബ്രാൻസൺ ഡ്രൈവറുടെ ഭാഗത്തെ ഡോറിലൊന്ന് തട്ടി. അവിടെ ബ്രാൻസന്റെ ഒരു അനുയായിയുണ്ട്. അയാളാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. ആ ബസ്സിന്റെ ബാക്കി എല്ലാ ഡോറും, ഡ്രൈവറുടെ ഡോർ അടക്കം
പൂട്ടി എല്ലാ താക്കോലും അയാൾ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അയാളുടെ അനുവാദം ഇല്ലാതെ ഒരാൾക്കും ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അയാളുടെ ഡ്രൈവർ സീറ്റിൽ തന്നെ ഒരു സുഹൃത്തും വലിച്ചുകൊണ്ടിരിപ്പുണ്ട്. ബ്രാൻസൺ ചെന്ന് ഡോറിൽ തട്ടിയപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്തു, ഡോറിൻ്റെ ലോക്കർ റിലീസ് ചെയ്തു, എന്നിട്ട് ഡോർ തുറന്നു. വാനിഫാൻ ഇതിലേ പോകുന്ന കണ്ടോ പീറ്റേഴ്സ്? അപ്പോൾ അയാൾ പറഞ്ഞു, വാനിഫാൻ ഒരു അരമണിക്കൂർ മുമ്പ് വാഷ്റൂമിലോട്ട് കയറുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ നോക്കിയില്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് നോക്കണ്ടേ സാർ? ഇവിടെ ആരും ഏത് സമയവും വേണമെങ്കിൽ എന്നെ കീഴ്പ്പെടുത്തി ഈ താക്കോല് എടുത്ത് പുറത്തിറങ്ങാം. എൻ്റെ തോക്ക് തന്നെ എടുത്ത് എൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടാം. അതുകൊണ്ട് ഞാൻ ഒരു പോള കണ്ണടയ്ക്കുന്നില്ല. ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് മാത്രമാണ് ശ്രദ്ധ. ഫ്രാൻസൻ ആലോചിച്ചത് അത് ശരിയാണ്. ആ ഗാർഡ് ഡ്യൂട്ടിയിലുള്ളതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ പീറ്റേഴ്സ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു മിലിറ്ററി ജനറലുണ്ട്. ഏത് സമയവും വേണമെങ്കിൽ ഇയാൾ ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇയാളെ കീഴ്പ്പെടുത്താം. ഫ്രാൻസൻ ചുറ്റും നോക്കി, എവിടെയും വാനിഫാൻ്റെ ഒരു ലക്ഷണവുമില്ല. അയാൾ നേരെ ആംബുലൻസിലേക്ക് നടന്നു. ആംബുലൻസിൻ്റെ ബാക്ക് ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. അത് തുറന്നു. അതിൻ്റെ അകത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. നോക്കുമ്പോൾ കാണുന്നത് ഡോക്ടർ ആ പേഷ്യൻസിന് സാധാരണ കിടക്കാനുള്ള ബെഡിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ബ്രാൻസൺ അടുത്ത് ചെന്ന് ഡോക്ടറെ തട്ടി വിളിച്ചു. ഡോക്ടർ ഉണർന്നു. അപ്പോൾ ബ്രാൻസൺ ചോദിച്ചു, വാനിഫാനെ കണ്ടോ? ഡോക്ടർ നല്ല ഉറക്കച്ചടവിലാണ്. ഡോക്ടർ തിരിച്ചു ചോദിച്ചു, അയാൾക്ക് സുഖമില്ലേ? അതല്ല, അയാളെ കാണാനില്ല. അതിനത്തിന് ഇവിടെ വന്ന് ചോദിക്കുന്നത്? ഞാൻ വിചാരിച്ചു അയാൾക്ക് സുഖമില്ലാതായെന്ന്. ഫ്രാൻസൻ ഡോക്ടറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഉറക്കം അഭിനയിച്ചിരുന്നതായിരുന്നോ ഉറങ്ങുകയായിരുന്നോ എന്നൊന്നുകൂടി ഉറപ്പിച്ചു. ഫ്രാൻസന് മനസ്സിലായി ഡോക്ടർ നല്ല ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റതാണ്. ചുറ്റും നടന്ന യാതൊന്നും അറിഞ്ഞിട്ടില്ല. ഫ്രാൻസൻ ഒന്നും മിണ്ടാതെ ആ ലൈറ്റ് ഓഫ് ചെയ്തു. ആംബുലൻസിൻ്റെ പുറത്തിറങ്ങി ആ ഡോർ അടച്ചു. ഫ്രാൻസനും ക്രൈസ്ലറും കൂടി നേരെ ഫ്രണ്ട് ബസ്സിൻ്റെ നേർക്ക് നടന്നു. ആ സമയത്ത് ജോൺസൺ എതിരെ വരുന്നുണ്ട്. മെഷീൻ ഗണ്ണുമൊക്കെ പിടിച്ച് വളരെ കോഷ്യസ് ആയിട്ടാണ് വരവ്. ഫ്രാൻസൺ ചോദിച്ചു, വാനിഫാനെ കണ്ടോ? ഇല്ല. താങ്കൾ ഈ പാലത്തിൽ തന്നെ നടക്കുകയായിരുന്നില്ലേ? അതെ. പിന്നെന്താ വാനിഫാനെ കാണാതിരുന്നത്? ജോൺസൺ ഒന്ന് ബ്രാൻസനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? ബ്രാൻസൺ, ഞാൻ നടന്നിരുന്നത് പാസഞ്ചർ ഡോറിൻ്റെ സൈഡിൽ കൂടെയാണ്. വാനിഫാൻ ചേർന്നപ്പോൾ ഡ്രൈവറുടെ ഭാഗത്തൂടെയായിരിക്കും നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണണമെന്നില്ല. അപ്പോഴാണ് ബ്രാൻസൺ മണ്ടത്തരാലോചിച്ച് ശരിയാണ്. എൻ്റെ ബസ്സിൻ്റെ ഡ്രൈവേഴ്സ് സീറ്റിലിരുന്ന പീറ്റേഴ്സ് വാനിഫാനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വാനിഫാൻ ജോൺസൺ നടക്കുന്നതിൻ്റെ മറ്റേ ഭാഗത്തൂടെയാണ് നടന്നിരിക്കുന്നത്. ചെന്ന് ആ ഫ്രണ്ടിലെ ബസ്സിൻ്റെ അകത്ത് കയറി. അവിടെ പറഞ്ഞ പോലെ ബ്രാനറ്റ് അപ്പോഴേക്കും ഒരു സിഗരറ്റൊക്കെ കൊളുത്തി ഇരിക്കുന്നുണ്ട്. ബ്രാൻസനെ കണ്ട ബാർലറ്റ് പറഞ്ഞു, ഗുഡ് ഈവനിങ് സർ. സോറി, ഗുഡ് മോർണിംഗ്. കാരണം അർദ്ധരാത്രി കഴിഞ്ഞു, പുതിയ ദിവസമൊക്കെ ആരംഭിച്ചു. ബ്രാൻസൺ ചോദിച്ചു, വാനിഫാൻ ഈ വഴിക്ക് എങ്ങാനും വന്നിരുന്നോ? ഇല്ല. വാനിഫാനെ കുറച്ചു നേരമായിട്ട് കാണാനില്ല. കാണാനില്ലേ? അപ്പൊ അയാൾ ആരാ അവസാനമായിട്ട് കണ്ടത്? അവസാനമായിട്ട് നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ക്രൈസ്ലർ കണ്ടു. പിന്നെ പ്രസിഡന്റിന്റെ ബസ്സിന്റെ ഗാർഡ് പീറ്റേഴ്സ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആരും കണ്ടിട്ടില്ല. അരമണിക്കൂറിൽ കൂടുതലായി. അതെങ്ങനെ സംഭവിക്കും? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഈ ബസ് നിന്ന് ആരെങ്കിലും ഇതിൻ്റെ ഇടയിൽ പുറത്തിറങ്ങിയോ? പറയുമ്പോൾ നോട്ടം മുഴുവൻ റോബ്സനെയാണ്. റോബ്സനാണെങ്കിൽ നല്ല ഗാഠ നിദ്രയിലാണ്. ബാർലറ്റ് പറഞ്ഞു,
ആ തീയൊക്കെ അണഞ്ഞു കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് പിന്നെ ആരും പുറത്തിറങ്ങിയിട്ടില്ല. എന്തൊക്കെയായാലും റോബ്സന് നേരെയുള്ള സംശയം ബ്രാൻസന് മാറുന്നില്ല. ബ്രാൻസൺ നേരെ റോബ്സന്റെ അടുത്ത് ചെന്നു. നോക്കുമ്പോൾ ഏപ്രിൽ വെനസ്ഡേ കണ്ണും പിഴിച്ചിരിപ്പുണ്ട്. ബ്രാൻസൺ ചോദിച്ചു, നീ എന്താ കുട്ടി ഉറങ്ങുന്നില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ല മിസ്റ്റർ ബ്രാൻസൺ, എനിക്കാകെ പേടി. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കില്ല, നീ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതല്ല, ഇനിയും വല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായാലോ എന്നും എനിക്ക് പേടിയുണ്ട്. അതൊന്നും ഇനി വരില്ല, നീ സമാധാനമായിട്ടിരിക്കേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രാൻസൺ പോക്കറ്റിൽ നിന്നൊരു ടോർച്ച് എടുത്തു റോബ്സന്റെ കണ്ണിന് നേരെ പ്രകാശിപ്പിച്ചു. സാധാരണഗതിയിൽ ഉറക്കം നടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു ശക്തമായ വെളിച്ചം മുഖത്തേക്ക് വരുമ്പോൾ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യും. പക്ഷേ റോബ്സന്റെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. എന്നാലും സംശയം തീരുന്നില്ല. ബ്രാൻസൺ റോബ്സന്റെ ഒരു കൺപോള പിടിച്ച് പൊക്കി, എന്നിട്ട് കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു. അപ്പോഴും യാതൊരു അനുഭവമില്ല. അപ്പോൾ ബ്രാൻസന് ഉറപ്പായി റോബ്സൺ ഗാഠനിദ്രയിലാണ്, ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. വാനിഫാൻ എങ്ങനെ അപ്രത്യക്ഷനായി എന്ന് മനസ്സിലാവുന്നില്ല. അവർ രണ്ടുപേരും പുറത്തിറങ്ങി, ക്രൈസ്ലറും ബ്രാൻസനും. ബ്രാൻസൺ ചോദിച്ചു, നിനക്ക് വല്ല ഊഹമുണ്ടോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ക്രൈസ്ലർ പറഞ്ഞു, നമുക്കിടയിൽ ഒരു പ്രശ്നക്കാരനുണ്ട്. നമ്മളിപ്പോ എല്ലാരെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ആരുണ്ടാവാൻ? സാർ, ഇവരെ മാത്രമല്ലേ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്കിടയിലുള്ള ഒരാളാണെങ്കിലോ, നമ്മുടെ ഗാങ്ങിലുള്ള ഒരാളാണെങ്കിലോ? ബ്രാൻസൺ ഞെട്ടുകയാണ്. അങ്ങനെ സംഭവിക്കുമോ? എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? നമ്മുടെ ഗാങ്ങിൽ തന്നെ ഒരു FBI ഏജന്റ് വേഷം മാറി വന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനത്തെ പോസിബിലിറ്റി ബ്രാൻസൺ അതുവരെ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് പുതിയൊരു സാധ്യത മനസ്സിൽ തെളിയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. ക്രൈസ്ലർ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ എന്തായാലും നമുക്ക് 2 ആളുടെ ഷോർട്ടേജ് വന്നിരിക്കുകയാണ്. കൈലോക്ക് ഓൾറെഡി ആശുപത്രിയിലായി, ഇപ്പോൾ വാനിഫാനെ കാണാനില്ല. സാറിന് കുറച്ചുകൂടി വിശ്വസ്തനായ ഒരാള് ഈ പാലത്തിൽ അത്യാവശ്യമാണ്. ബ്രാൻസൺ ക്രൈസ്ലറെ നോക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 6 പേര് ഇപ്പോൾ റഡാർ സ്റ്റേഷനിലില്ലേ? ബ്രാൻസൺ തലയാട്ടി. ഇനിയിപ്പോൾ അവിടെ കാര്യങ്ങൾ നോക്കാൻ 6 പേരുടെ ഒന്നും ആവശ്യമില്ല. പാർക്കറും ബാക്കിയുള്ളവരും മതി. ഗിസ്കാർഡിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അതിന് ഹെലികോപ്റ്റർ എടുത്ത് ഒരാൾ പോകണം. അപ്പോൾ ബ്രാൻസൺ പറഞ്ഞു, ജോൺസൺ ഇപ്പോൾ ഗാർഡ് ഡ്യൂട്ടിയിലാണല്ലോ, ബ്രാഡ്ലി പോട്ടെ. അങ്ങനെ ബ്രാഡ്ലിയെ വിളിച്ചെണീപ്പിച്ചു. അധികം വൈകാതെ ബ്രാഡ്ലി ഹെലികോപ്റ്ററുമായി റഡാർ സ്റ്റേഷനിലേക്ക് പോയി. ബ്രാൻസൺ പ്രസിഡന്റിന്റെ ബസ്സിന്റെ അകത്ത് നിന്ന് കയറി ഫോൺ എടുത്തു, റഡാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു, വിവരങ്ങൾ പറഞ്ഞു. ഹെലികോപ്റ്റർ എടുത്തുമ്പോൾ ഗിസ്കാർഡ് പാലത്തിലേക്ക് വരണം. വാനിഫാനും മെല്ലെ ബോധം തെളിയുകയാണ്. തെളിയുമ്പോൾ അദ്ദേഹം നമ്മുടെ പോലീസ് ചീഫിന്റെ കമ്മ്യൂണിക്കേഷൻ വാനിൻ്റെ അകത്തുണ്ട്. ഇടവും ബലമായിട്ട് തോക്കും പിടിച്ച ഓരോ പോലീസുകാരുണ്ട്. വാനിഫാൻ സംസാരം തുടങ്ങിയത് തന്നെ രസകരമായ രീതിയിലാണ്. ഞാൻ റോബ്സനെ കുറച്ചു കണ്ടു. റോബ്സനെ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഹാഗൻബാക്ക് FBI ചീഫ് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ജയിലിൻ്റെ അകത്ത് നിങ്ങളുടെ ഗാങ്ങിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു കാലം പറയാനുള്ളൊരു വാചകമായി. ഇപ്പൊ വാനിഫാൻ ഇങ്ങനെ അയാളെ സൂക്ഷിച്ചു നോക്കുകയാണ്. മിനിമം ഒരു 10 കൊല്ലം തടവ് ശിക്ഷ ഇപ്പൊ ചെയ്ത ജോലിക്ക് ഉറപ്പാണ്. ശരി, ഒരു കാര്യം ചെയ്യേ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞതാ, ഒന്നും പറയില്ല. ബ്രാൻസനെതിരെ ഒരു വാക്ക് എൻ്റെ നാവെന്ന് വരില്ല. അങ്ങനെ വാശി പിടിക്കരുത്. നിങ്ങളെന്നെ കൊന്നാലും ഞാൻ പറയില്ല. അതിന് കൊല്ലേണ്ട ആവശ്യമില്ല.
ചില പ്രത്യേക ഡ്രഗ്സ് അകത്ത് ചെല്ലുമ്പോൾ നീ ഇതെല്ലാം പറയും, അതെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. അത് കോടതി വിശ്വസിക്കില്ല. അത് കോടതി വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്കല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 10 വർഷം തടവ് ശിക്ഷ ഉറപ്പാണെന്നുള്ള കാര്യം നിനക്കും നിന്റെ ആൾക്കാർക്കും അല്ല. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന്. നിങ്ങളാ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും. ഏത് കള്ളനും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ, പോലീസിനെതിരെ വേണമെങ്കിൽ പരാതി കൊടുക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ പോലീസുകാർക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പൊ അവിടെയും അത്തരം നിയമത്തിലെ ഒരു പ്രൊട്ടക്ഷൻ ആലോചിക്കുകയാണ് മാനിഫാൻ. ഹാഗൻബാക്ക് പിന്നെയും വളരെ കൂളായിട്ട് പറഞ്ഞു, അത് കുഴപ്പമുള്ള കാര്യമില്ല. ബ്രാൻസനെ പോലൊരു ക്രിമിനൽ പ്രസിഡന്റ് മാപ്പ് കൊടുക്കുമെന്നാണ് ബ്രാൻസൺ പറയുന്നത്, പിന്നെ എനിക്ക് എന്തായാലും തരുമല്ലോ. അപ്പൊ മാനിഫാൻ ഒന്നും ഞെട്ടി. അത്ര അയാൾ പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഹാഗൻബാക്ക് അപ്പൊ തന്നെ അവിടെ വന്ന പോലീസുകാരോട് പറഞ്ഞു, ഇയാളെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ, അവിടെ ടേപ്പ് റെക്കോർഡേഴ്സ് റെഡിയാക്കാൻ പറ, ഡ്രഗ്സ് റെഡിയാക്കാൻ പറ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. സമയം 2:50. ആ സമയത്ത് ഗോൾഡൻ ഗേറ്റ് റിവറിന്റെ തീരത്ത് നിൽക്കുകയാണ് ഒരു എയർഫോഴ്സ് ലഫ്റ്റനന്റ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആധുനിക രീതിയിലുള്ള ഗണ്ണുണ്ട്. അദ്ദേഹം ആ ഗണ്ണ് സൗത്ത് ടവറിന് നേരെ വെച്ചിരിക്കുന്ന സെർച്ച് ലൈറ്റിലേക്ക് ഉന്നം പിടിച്ചു. ആ സമയത്ത് സെർച്ച് ലൈറ്റ് ഓണല്ല, കാരണം അത് സപ്ലൈ ഇല്ലാത്തപ്പോൾ ജനറേറ്റർ ഓൺ ചെയ്യുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന ഒരു സംവിധാനമാണ്. കൃത്യം അതിൻ്റെ സെന്റർ ഉന്നം പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗണ്ണിൻ്റെ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. 2:55 പോലീസ് ചീഫിന്റെ കമ്മ്യൂണിക്കേഷൻ വാനിന്റെ പുറകിൽ നിന്ന് ഒരു ചെറിയ ഇലക്ട്രിക് കാർ സൗത്ത് ടവറിന് നേരെ യാത്രയായി. അതിനകത്ത് ആ സമയത്ത് 3 ആൾക്കാർ ഇരിപ്പുണ്ട്. അവരെല്ലാം എയർഫോഴ്സ് കമാൻഡോസാണ്. കാർമോഡി, റോഗേഴ്സ് എന്നീ 2 കമാൻഡോസ് ബാക്ക് സീറ്റുകളിൽ ഇരിപ്പുണ്ട്. അവർ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ സൗത്ത് ടവറിന് നേരെ ആ വാഹനത്തിൽ യാത്രയായി. ഏകദേശം 3 മണിയോടെ ആ വാഹനം സാവധാനം സൗത്ത് ടവറിന് സമീപത്തെത്തി. ആ സമയത്ത് പെട്ടെന്ന് ഇലക്ട്രിക് സപ്ലൈ ഓഫായി. അവർ വാഹനത്തിന്റെ പുറത്തിറങ്ങി. 2 പേരുടെയും ഷോൾഡറിലും വേസ്റ്റ് ബാൻഡിലുമായിട്ട് ഒരുപാട് എക്യുപ്മെന്റ്സ് അവരെടുത്തിട്ടുണ്ട്. അവര് സൗത്ത് ടവറിന്റെ ഉള്ളിലേക്ക് കയറാൻ ആരംഭിച്ചു. പോലീസ് ചീഫിന്റെ കമ്മ്യൂണിക്കേഷൻ വാനിൽ പതിവ് പോലെ ഫോൺ റിങ് ചെയ്തു. അറ്റൻഡ് ചെയ്യുന്ന ആൾക്കറിയാം ബ്രാൻസനായിരിക്കും, കാരണം സപ്ലൈ പോയിരിക്കുകയാണല്ലോ. ഫോൺ എടുത്തു. ബ്രാൻസൺ പറഞ്ഞു, ഹെൻറിക്സ് ഇപ്പൊ ഇവിടെ ഇല്ല, വേഗം വിളിക്കേ. എന്താണ് കാര്യം എന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. സപ്ലൈ പോയിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കണം. ആ ശരി, വിളിക്കാം. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ വാനിന്റെ പുറകെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണ് പോലീസ് ചീഫ്. FBI ചീഫ് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹം നെല്ല് എഴുന്നേറ്റ് വന്നു, ഫോൺ എടുത്തു. എന്റെ സിആർ വീണ്ടും സപ്ലൈ പോയല്ലോ, പോയി കാണും, അന്വേഷിക്കണം. പതിവ് പോലെ വളരെ കൂളായി പറഞ്ഞ അദ്ദേഹം ഫോൺ വെച്ചു. ഒരല്പം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയോ ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട്, അധികം നേരം ഒന്നും ആവില്ല, അതിന് മുമ്പേ വരും. ഈ സമയത്താണ് നമ്മുടെ ക്രൈസ്ലർ ഓടി വന്ന് നാൻസിനോട് പറയുന്നു, സാർ നമ്മുടെ സൗത്ത് ടവറിന്റെ നേരെയുള്ള സെർച്ച് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലേ? അങ്ങനെ വരില്ലല്ലോ. എന്നപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ജനറേറ്റർ എല്ലാം കറക്റ്റാണ്, ജനറേറ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെർച്ച് ലൈറ്റ് പ്രകാശിക്കുന്നില്ല. ഫോൺ തിരികെ വെച്ച് ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയ ബ്രാൻസനോട് പ്രസിഡന്റ് പറഞ്ഞു,
മിസ്റ്റർ ബ്രാൻസൺ, ഒരു മിനിറ്റ്. ബ്രാൻസൺ പ്രസിഡന്റ് നോക്കി. എപ്പോൾ തീരും ഈ ഭീകര സ്വപ്നം? ബ്രാൻസൺ പറഞ്ഞു, അത് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു താങ്കൾക്ക് ആവശ്യപ്പെട്ടതുപോലുള്ള എമൗണ്ട് തരാൻ. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് താങ്കളുടെ ശരിയായ പ്രശ്നം? താങ്കൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ബ്രാൻസൺ പറഞ്ഞു, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല. പ്രസിഡന്റ് വീണ്ടും പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടെ വൈസ് പ്രസിഡന്റും ഹെൻഡ്രിക്സും എല്ലാം വന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ബ്രാൻസൺ ഒരു ചോദ്യഭാവത്തിൽ പ്രസിഡന്റ് നോക്കി. താങ്കൾ വളരെ നല്ല ഒരു കുടുംബത്തിൽ പിറന്ന ആളാണ്, വളരെ ധനികനായ ഒരു ബാങ്കറുടെ മകനാണ്. ഇനി ദ സീനിയർ ബ്രാൻസന്റെ കാലശേഷം അതെല്ലാം താങ്കൾ നോക്കി നടത്തേണ്ടതാണ്. എന്നിട്ട് താങ്കൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ബ്രാൻസൺ പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ്സിലൊന്നും ഒരു താല്പര്യമില്ല. എൻ്റെ ബിസിനസ് ഇതാണ്. പൈസ എളുപ്പത്തിലുണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ബിസിനസിന്റെ ഒരു ഭാഗമാണ്. കൂടുതൽ കഷ്ടപ്പെടാനൊന്നും എനിക്ക് വയ്യ. രണ്ടാമത്തെ കാര്യം, ആ ബാങ്കില് പാവങ്ങളെ എൻ്റെ അച്ഛൻ കൊള്ളയടിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവങ്ങളായ ആൾക്കാരുടെ നിന്ന് വളരെ ചെറിയ ഇൻട്രസ്റ്റിന് ഡിപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നു. അത് മറ്റുള്ളവർക്ക് വളരെ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നു. അതും ഒരു തരം തട്ടിപ്പല്ലേ? ഇത് വേറെ രീതിയിലുള്ളൊരു തട്ടിപ്പ്. ഈ ലോകം മുഴുവൻ തട്ടിപ്പാണ് സാർ. പ്രസിഡന്റ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞതിന് തട്ടിപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല താങ്കളുടെ അച്ഛൻ ചെയ്യുന്നതിന്. കാരണം അദ്ദേഹം ആരെയും നിർബന്ധിക്കുന്നില്ല അവിടെ കൊണ്ടുവന്ന് പൈസ ഇടണമെന്ന്. പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർ കൊണ്ടുവന്ന് ഇടുന്നു, അത് ആവശ്യമുള്ളവർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നു. ഈ രണ്ട് കാര്യം അദ്ദേഹം ആരെയും നിർബന്ധിക്കുന്നില്ല. താങ്കൾ അങ്ങനെയല്ല. ഞങ്ങളെ നിർബന്ധിച്ചല്ലേ താങ്കൾ പൈസ വാങ്ങിക്കുന്നത്? ആയിരിക്കാം, പക്ഷെ ഞാൻ പൈസ ഉള്ളവരുടെ നിന്നാണല്ലോ വാങ്ങിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രാൻസൺ അങ്ങ് ഇറങ്ങി നടന്നു. ഇലക്ട്രിക് സപ്ലൈ തിരിച്ചു വന്നു. അപ്പൊ ബ്രാൻസന് ചെറിയൊരു ആശ്വാസം. ഇനിയിപ്പം സെർച്ച് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. കാർമോഡിയും റോഗേഴ്സും അങ്ങ് മുകളിലെത്തിക്കഴിഞ്ഞു. അവരവരുടെ എക്യുപ്മെന്റ്സ് എല്ലാം പുറത്തെടുത്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്രാൻസൺ ആ ടവറിൽ സ്ഥാപിച്ചിരുന്ന എക്സ്പ്ലോസീവ്സ് എല്ലാം അവർ ഡീആക്ടിവേറ്റ് ചെയ്തു. കാർമോഡി ഒരു വയർലെസ് സെറ്റ് എടുത്തു, അത് ഓപ്പറേറ്റ് ചെയ്തു. പോലീസ് ചീഫ് ഹെൻഡ്രിക്സിന്റെ കയ്യിലുള്ള വയർലെസ്സിൽ ആ കോള് കണക്റ്റായി. കാർമോഡി പറഞ്ഞു, എല്ലാം പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ട് സാർ. ഈ ഭാഗത്തുള്ള എക്സ്പ്ലോസീവ്സ് എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു, സപ്ലൈ വന്നു കഴിഞ്ഞല്ലോ, അവർക്ക് താങ്കളെ കാണാവോ? ഇല്ല, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. പിന്നെ സെർച്ച് ലൈറ്റ് ഉണ്ടാക്കി കണ്ടേനെ, അത് ഇപ്പോൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളെ കാണാനേ വഴിയില്ല. രാവിലെ 6:30 ആയപ്പോൾ റഫ്സൻ മെല്ലെ ഉണർന്നു. അദ്ദേഹം ഏപ്രിൽ വെനസ്ഡേ നോക്കി. അവളപ്പോഴും കണ്ണൊക്കെ മേടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. നീ എപ്പോഴാണ് ഉണർന്നത്? ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? എനിക്കാകെ പേടിയാവുന്നു. എന്തിന്? താങ്കൾ വാനിഫാനെ നദിയിലേക്ക് ഇട്ടോ എന്നാരും പറഞ്ഞു? കുറച്ചു മുമ്പ് വാർലറ്റ് ഡ്യൂട്ടി മാറി, പകരം ദാ ഗോറില്ല വന്ന് ഇരിപ്പുണ്ട്. റഫ്സൻ അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അത് ജോണിയായിരുന്നു. റഫ്സൻ ജോണി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തോന്നി ഏകദേശം അവൾ പറഞ്ഞ ഒരു ഛായ ഇല്ലേ. കാരണം അത്യാവശ്യം നല്ല കറുത്ത ഒരു രൂപമാണ്, കൂട്ടുപുരികങ്ങൾ, കട്ടി മീശ, താടി, ഇങ്ങനെല്ലാം ഉള്ള ഒരു രൂപം. അപ്പം ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു ഗോറില്ലയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ഏപ്രിൽ വെനസ്ഡേ പിന്നെയും പറയുകയാണ്. അപ്പം ഡ്യൂട്ടി മാറുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. വാനിഫാൻ മിക്കവാറും ഗോൾഡൻ ഗേറ്റ് റിവറിന്റെ അടിയിലായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. റഫ്സൻ പറഞ്ഞു, ഞാൻ ഉറപ്പ് വരുന്നു, അയാൾ ഒരിക്കലും ഗോൾഡൻ ഗേറ്റ് റിവറിന്റെ അടിയിലല്ല. വീണ്ടും ഏപ്രിൽ വെനസ്ഡേ പറയുകയാണ്. പുലർച്ചെ 1 മണി കഴിഞ്ഞപ്പോൾ ബ്രാൻസൺ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് കുറച്ചു നേരം വാർലറ്റിനോട് സംസാരിച്ചുകൊണ്ട് വന്നു. പിന്നെ വന്ന് താങ്കളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു.
അത് കഴിഞ്ഞ് താങ്കളുടെ ഒരു കൺപോള പൊക്കി അതിനകത്തേക്ക് ടോർച്ചടിച്ചു. താങ്കൾ ഉറങ്ങണമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ റഫ്സാൻ പറഞ്ഞു, അതിനാണ് ഞാൻ ഒന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയത്. എനിക്കറിയാമായിരുന്നു അതിനൊരു സാധ്യതയുണ്ടെന്ന്. വേറെ ഒന്നും സംഭവിച്ചില്ലേ? വേറെ 3 മണിയായപ്പോൾ നമ്മൾ രാത്രിയിൽ കണ്ടതുപോലെ ലൈറ്റെല്ലാം ഓഫായി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇലക്ട്രിസിറ്റി ഓണായി. അപ്പോൾ റഫ്സാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. നീ ഒരു കാര്യവും കൂടി എനിക്ക് ചെയ്തു തരണം. ഏപ്രിൽ വെനസ്ഡേ ഒരു ചോദ്യഭാവത്തിൽ റഫ്സാനെ നോക്കുകയാണ്. റഫ്സാൻ ചുറ്റും ഒന്ന് നോക്കി. ആരും ആ സമയത്ത് അങ്ങനെ ഉണർന്നിട്ടില്ല. ഉണർന്നവർ തന്നെ പലരും പുറത്താണ്, ഒരു ടോയ്ലറ്റ് അങ്ങനെ പല കാര്യങ്ങളായിട്ട് പോയിരിക്കുകയാണ്. ക്യാമറയുടെ അടിയിൽ നിന്ന് ആ ട്രാൻസ് റിസീവർ എടുത്ത് ഏപ്രിൽ വെനസ്ഡേയുടെ കൈ കൊടുത്തു. അത് എങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നും കാണിച്ചു കൊടുത്തു. ഇത് ഓൺ ചെയ്താൽ നേരെ റിസീവ് ചെയ്യുന്നത് എൻ്റെ ചീഫ് ഹാഗൻബാക്ക് ആണ്. അദ്ദേഹത്തോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയണം. ഏപ്രിൽ വെനസ്ഡേ ഒരു അമ്പരപ്പോടെ ചോദിക്കുകയാണ്, താങ്കൾക്ക് തന്നെ ചെയ്തൂടെ? അതേ, അവിടെ ആകെയുള്ള ടോയ്ലറ്റിൻ്റെ മുമ്പിലായിട്ട് ഈ 10-50 മനുഷ്യർ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. എനിക്ക് അങ്ങോട്ട് ചെന്നാൽ ഉടനെ ഒന്നും കയറാൻ പറ്റില്ല. അതേസമയം ഈ പാലത്തിലാകെ 4 ലേഡീസേ ഉള്ളൂ. അതുകൊണ്ട് ലേഡീസ് ടോയ്ലറ്റ് മിക്കവാറും സമയങ്ങളിൽ ഫ്രീ ആയിരിക്കും. ഏപ്രിൽ വെനസ്ഡേ അവളുടെ ബാഗ് എടുത്തു, ട്രാൻസ് റിസീവർ അതിൻ്റെ അകത്തിട്ടു. അപ്പുറത്ത് കമ്മ്യൂണിക്കേഷൻ വാനിൽ ഇതിനകം ഹാഗൻബാക്ക് തിരിച്ചെത്തിയിരുന്നു. ആ വയർലെസ് സെറ്റിൻ്റെ സിഗ്നൽ കേട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിന് ചുറ്റും കൂടി. കാരണം അവർക്കെല്ലാം ഉറപ്പായിരുന്നു അത് റഫ്സാനാണെന്ന്. പക്ഷെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ശബ്ദം പുറത്തു വന്നു, മിസ്റ്റർ ഹാഗൻബാക്ക്. ഹാഗൻബാക്ക് ഒന്നിലും ഞെട്ടാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അതെ സർ, ഞാൻ ഏപ്രിൽ വെനസ്ഡേ ആണ്. ആ, ഇതെന്താ റഫ്സാന് പകരം നിങ്ങൾ വിളിക്കുന്നത്? അത് ഇവിടെ ലേഡീസ് ടോയ്ലറ്റിൻ്റെ അകത്തോട്ട് കയറാൻ എളുപ്പമാണ്. അതുകൊണ്ട് റഫ്സാൻ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ആ, എന്താ റഫ്സാൻ പറഞ്ഞത്? നമ്മുടെ ആ ഫൈനൽ ഓപ്പറേഷൻ അത് സാവധാനം മതി, തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, അത് കഴിയുന്നതും അപകടങ്ങളില്ലാത്ത രീതിയിലാക്കണം. കുറച്ച് കഴിഞ്ഞ് മിസ്റ്റർ റഫ്സാൻ താങ്കളെ വിളിക്കുമ്പോൾ പറയുന്ന ടൈമിൽ ആദ്യം സ്മോക്ക് ബോംബ് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എത്രയും പെട്ടെന്ന് റഫ്സാനോട് എന്നെ വിളിക്കാൻ പറയും. 7 മണിയായപ്പോൾ ട്രഷറി സെക്രട്ടറി പ്രസിഡന്റിന്റെ ബസ്സിലേക്ക് വിളിച്ചു. ബ്രാൻസനെ വിളിച്ചു. ബ്രാൻസൺ ചെന്ന് ഫോൺ എടുത്തു. ട്രഷറി സെക്രട്ടറി പറഞ്ഞു, പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട്, അത് താങ്കൾ പറഞ്ഞ അക്കൗണ്ട് നമ്പറിലേക്ക് പാസ് ചെയ്തിട്ടുമുണ്ട്. അയാൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അയാളുടെ യൂറോപ്പിലുള്ള ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചതിന് ശേഷം തിരിച്ചു വിളിക്കാമെന്ന്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അയാളെ വിളിച്ചു. കാരണം ഞങ്ങൾക്കൊരു പാസ്വേഡ് ആവശ്യമുണ്ടായിരുന്നു. അയാൾ ആ പാസ്വേഡ് തന്നു. പക്ഷേ ആ പാസ്വേഡ് തെറ്റായിരുന്നു. റാൻസം വീണ്ടും ഞെട്ടുകയാണ്. എന്നിട്ട് ഇപ്പം അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളെ കോണ്ടാക്ട് ചെയ്താലേ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്രൈസ്ലർ ഓടി ബ്രാൻസന്റെ അടുത്ത് വന്നു. ബ്രാൻസൺ ട്രഷറി സെക്രട്ടറി പറഞ്ഞ ന്യൂസ് കേട്ട് അങ്ങനെ ഒരു നല്ല ടെൻഷനിലിരിക്കുകയാണ്. സർ, ഒന്ന് പുറത്തേക്ക് വരും. അങ്ങനെ അത് പുറത്തിറങ്ങി. ക്രൈസ്ലർ നേരെ ബ്രാൻസനെയും കൊണ്ട് ആ സെർച്ച് ലൈറ്റിൻ്റെ അടുത്ത് കിടന്നു. സാറിന് അറിയാമല്ലോ, ഈ സെർച്ച് ലൈറ്റ് ആർക്ക് ലാമ്പാണ്, സാധാരണ ഫിലമെന്റ് ലാമ്പല്ല. അറിയാം, ഇത്തരം ലാമ്പുകൾ വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതും എനിക്കറിയാം. ഈ ലാമ്പിൻ്റെ ഒരു ഇലക്ട്രോഡ് ഉരുകിപ്പോവുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുമോ? സാധ്യതയില്ല. എന്നാൽ സാറ് അതിൻ്റെ അകത്തേക്ക് നോക്കിയേ. ബ്രാൻസൺ അതിൻ്റെ അകത്തേക്ക് നോക്കി. അതിൻ്റെ ഒരു സൈഡിലുള്ള ഇലക്ട്രോഡ് ഉരുകിപ്പോയിരിക്കുന്നു.
ബ്രാൻസൺ ഒരു ചോദ്യഭാവത്തിൽ ക്രൈസ്ലർ നോക്കി. ഒപ്പം സാറ് വേറൊരു കാര്യം നോക്കിയോ, അതിൻ്റെ ആ ഫ്രണ്ട് ഗ്ലാസിൽ ഒരു ചെറിയ ഹോള്. ബ്രാൻസൺ നോക്കി, ശരിയാണ്. ഇതെന്താന്ന് സാറിന് പിടികിട്ടിയോ? ഇത് എൻ്റെ ഫീൽഡ് അല്ലല്ലോ. ആരോ ലേസർ ബീം ഉപയോഗിച്ച് ഇതിനെ ഇനാക്റ്റീവ് ആക്കിയിരിക്കുന്നു. ബ്രാൻസൺ ശരിക്കും ഒന്ന് ഞെട്ടി. ഒപ്പം ഒരു കാര്യം കൂടി സർ, ക്രൈസ്ലർ അവരുടെ ബസ്സിൻ്റെ മുകളിലേക്ക് വിരലി കൊണ്ടി. ബ്രാൻസൺ നോക്കി, റേഡിയോ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ താഴെ ഉള്ള ഒരു ഷാഫ്റ്റ് ഒടിഞ്ഞു കിടക്കുന്നു. അതും മറ്റൊന്നാവില്ല, ലേസർ ആവാനേ ചാൻസ് ഉള്ളൂ. ക്രൈസ്ലർ വീണ്ടും പറഞ്ഞു. ബ്രാൻസൺ ഓടി പ്രസിഡന്റിന്റെ ബസ്സിൻ്റെ അകത്ത് കയറി കമ്മ്യൂണിക്കേഷൻ മാനിലേക്ക് വിളിച്ചു. എനിക്ക് ഡെപ്യൂട്ടി മിലിറ്ററി ചീഫ് കാർട്ടറെ കിട്ടണം. അറ്റൻഡർ പതിവ് പോലെ രാവിലെ തൊട്ട് എല്ലാവരും ബ്രാൻസനെ കുറച്ച് നേരം ഡിലേ അയച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹം എൻ്റെ തന്നെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം വന്നു, ഫോണെടുത്തു. നിങ്ങളുടെ ലേസറിന്റെ കളി എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? അദ്ദേഹം ചോദിച്ചു. ലേസറിന്റെ കളിയോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? എൻ്റെ സെർച്ച് ലൈറ്റും റേഡിയോ സ്കാനറും നിങ്ങൾ ലേസർ ഉപയോഗിച്ച് തകർത്തില്ലേ? ലേസർ ഉപയോഗിച്ച് തകർക്കാം എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത്ര ലോങ് റേഞ്ചുള്ള എക്യുപ്മെന്റ്സ് ഞങ്ങളുടെ കയ്യിലില്ല. അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം തകർക്കുന്ന ഇതൊന്നും ആയിരിക്കില്ലല്ലോ. അവിടെ പുറത്ത് നിങ്ങളുടെ ഗാർഡുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് തീർത്തേനെ ഈ രാത്രി കൊണ്ട്. നിങ്ങളുടെ 2 ഹെലികോപ്റ്റേഴ്സ്, അത് രണ്ടും ഞങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. എന്താ, ശരിയല്ലേ? സത്യത്തിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഹെലികോപ്റ്ററിന്റെ ആ ഒരു മെറ്റൽ ബോഡി തുളച്ച് അതിൻ്റെ അകത്ത് കൃത്യം സ്പോട്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നെ റേഡിയോ സ്കാനർ ഡീആക്ടിവേറ്റ് ചെയ്തത് പുറത്തുനിന്നല്ല, ചെറിയ രീതിയിലുള്ള ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് റബ്സനായിരുന്നു. പിന്നെ മഹാവിട്ടി, ഇന്നലെ രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് ലൈറ്റ്നിങ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ലൈറ്റ്നിങ് കാരണം ഈ ഡാമേജ് ഒന്നും വരില്ല എന്നാണോ താങ്കളുടെ വിചാരം? ഉടനെ ബ്രാൻസൺ ക്രൈസ്ലറോട് ചോദിച്ചു, ലൈറ്റ്നിങ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ? ലൈറ്റ്നിങ് കൊണ്ട് സംഭവിക്കില്ല സാർ. കാരണം ലൈറ്റ്നിങ് എർത്തുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇവിടെ നമ്മുടെ റേഡിയോ സ്കാനറും അതുപോലെ ആ സെർച്ച് ലൈറ്റും എല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് റബ്ബർ ബെഡുകളിലാണ്. പിന്നെ റേഡിയോ സ്കാനർ നിൽക്കുന്ന ഈ ബസ് റബ്ബർ ടയറിലാണ് നിൽക്കുന്നത്. അത് എർത്തുമായിട്ട് കണക്ഷൻ ഇല്ല. മഹാമണ്ഡലത്തിലാണ് പറഞ്ഞത്. സംഭവം ആൾ ഇലക്ട്രോണിക് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആണെങ്കിലും പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. ബ്രാൻസൺ കാർട്ടറോട് പറയാണ്, എർത്തുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ എങ്ങനെ ലൈറ്റ്നിങ് വരും? കാർട്ടർ ചിരിയോടെ ചോദിച്ചു, ഈ ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് മിന്നലേക്കുന്നില്ലേ? അത് എർത്തുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടാണോ? ഒരു കാര്യം മനസ്സിലാക്കുക, കിലോമീറ്റർ കണക്കിന് എയറിലൂടെ സഞ്ചരിച്ച് വരുന്ന ഇലക്ട്രിസിറ്റിയാണ് മിന്നൽ. അതിന് എർത്തുമായിട്ട് കോണ്ടാക്ട് വേണമെന്നില്ല, അല്ലാതെ തന്നെ അതിന് നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും. പിന്നൊരു കാര്യം, നിങ്ങളവിടെ നിങ്ങളുടെ ജനറേറ്റർ ഓൺ ചെയ്ത് അതിൽ നിന്നല്ലേ ബസ്സിന്റെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എ സിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി? അതെ. അതെവിടെയാണ് ഇരിക്കുന്നത്? അത് പാലത്തിൽ. അപ്പൊ അതിന് എർത്തുമായിട്ട് കോണ്ടാക്ട് ഇല്ലേ? അപ്പോൾ ബ്രാൻസൺ വീണ്ടും ക്രൈസ്ലറോട് ചോദിച്ചു, അല്ല നമ്മുടെ ജനറേറ്റർ എർത്തിലല്ലേ? ക്രൈസ്ലർ പറഞ്ഞു, സർ ഞാൻ അത്രയ്ക്ക് എക്സ്പെർട്ട് അല്ല. കാർട്ടർ വീണ്ടും പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ വെറുതെ സീനിയോറിറ്റി കൊണ്ട് മാത്രം ചീഫും ഡെപ്യൂട്ടി ചീഫും ഒന്നും ആകുമല്ല മിലിറ്ററിയിൽ. ഞങ്ങൾക്കെല്ലാം ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മിസ്റ്റർ കാർട്ട്ലാൻഡ് മിലിറ്ററി ചീഫ്, അദ്ദേഹം ഒരു എക്സ്പ്ലോസീവ് എക്സ്പെർട്ടാണ്. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ലേസർ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഞാനൊരു എക്സ്പെർട്ടാണ്. എന്നെ നിങ്ങളാരും ലേസറിൻ്റെ കാര്യം പഠിപ്പിക്കണ്ട.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനുള്ള എന്തെങ്കിലും ഒരു ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നും വേറെ ആരുടെയും സഹായം കൂടാതെ ഞാൻ തീർത്തേനെ. കാർട്ടർ ഉറപ്പിച്ച് പറഞ്ഞോടെ ബ്രാൻസൺ കൺഫ്യൂഷൻ ആകെ കൂടുകയാണ്. ബ്രാൻസൺ ഫോൺ അവിടെ വെച്ചു. ഈ സമയത്ത് നമ്മുടെ FBI ചീഫിൻ്റെ അടുത്ത് വൈസ് പ്രസിഡന്റ് മെല്ലെ ചോദിക്കുകയാണ്, നേരത്തെ ആ കുട്ടി ഒരു ഫൈനൽ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ, അതെന്താ? അത് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തു പറയുന്നവൻ ഒരിക്കലും നല്ലൊരു FBI ചീഫായിരിക്കില്ല. 8 മണിയോടെ കാറ്ററിംഗ് വാൻ അവിടെ എത്തി. എല്ലാവരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായി. ബ്രാൻസൺ ഈ സമയത്ത് ഇന്നലെ രാവിലെ കണ്ട ബ്രാൻസൺ അല്ല. രാവിലെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ശാന്തനായിരുന്നിരുന്ന ബ്രാൻസൺ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വാനിൻ്റെ നേരേക്ക് നോക്കുന്ന പോലുമില്ല. ഭക്ഷണമൊന്നും വേണ്ട. അധികം വൈകാതെ ഹെലികോപ്റ്റർ അവിടെ വന്നിറങ്ങി. അതിൽ നിന്ന് ഗിസ്കാർഡ് പുറത്തിറങ്ങി. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഫുൾ പോലീസ് യൂണിഫോമിലാണ്. അദ്ദേഹം നേരെ ബ്രാൻസന്റെ അടുത്ത് വന്നു. ബ്രാൻസനോട് പറഞ്ഞു, സാറിന് കുറച്ച് റെസ്റ്റ് എടുക്കൂ, പാലത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. വാൻ ഇഫാനില്ല എന്നുള്ളൊരു കുറവ് സാറിനോട് വരില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് റസ്റ്റൻ, നമ്മൾ ഇന്നലെ കണ്ടു ബസ്സിലൊക്കെ ബോംബ് വെച്ച വിദഗ്ധൻ, അദ്ദേഹം ഓടി വന്ന് ബ്രാൻസനോട് പറഞ്ഞു, സാറിന് ഫോണ്. ബ്രാൻസൺ പ്രസിഡന്റിന്റെ ബസ്സിലേക്ക് കയറി ഫോൺ എടുത്തു. അപ്പുറത്ത് പോലീസ് ചീഫായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. ബ്രാൻസൺ ചോദിച്ചു, എന്താ? കൈറോനിസ് താങ്കൾക്ക് ആ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം തരുന്നില്ല. ബ്രാൻസൺ ചോദിച്ചു, ആര്? KYRONIS, കൈറോനിസ്, അറിയില്ലേ? താങ്കളുടെ ഫ്രണ്ട് ഒക്കെ പ്രസിഡന്റ്. ഞാനിതാ ലൈൻ അങ്ങോട്ട് കണക്ട് ചെയ്യാം. സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തിൽ ഉറക്കം സംസാരിക്കുന്ന ഒരു സ്വരം, ഹാവിഡി ബ്രാൻസാ, ഇങ്ങനൊരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കൂ? ഇവിടെ ഇങ്ങോട്ട് വരുന്നു എന്നും പറഞ്ഞ് അത് ലോകം മുഴുവൻ വിളിച്ചറിയിക്കണം. ഇപ്പൊ ലോകരാജ്യങ്ങൾ മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നിന്നെ ഞാനിവിടെ പ്രവേശിപ്പിച്ച പിന്നെ ഈ രാജ്യം ബാക്കി ഉണ്ടാവില്ല എന്നാണ് അമേരിക്ക എന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ മാത്രമല്ലേ നീ ബന്ദിയാക്കിയിട്ടുള്ളൂ? ലോകത്ത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർ മുഴുവൻ ഇപ്പം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒക്കെ നിന്റെ അഹങ്കാരം, ആവശ്യമില്ലാത്ത അഹങ്കാരം. നീ മാത്രമേ ലോകത്ത് വലിയവനുള്ളൂ എന്നൊരു ചിന്തയില്ലേ, അതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നിന്നെ ഇനി എൻ്റെ രാജ്യത്തേക്ക് കയറ്റില്ല. മനസ്സിൽ അങ്ങനെ വിയർത്ത് കുളിക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നു ചെറിയ വേർപ്പുകളൊക്കെ വന്നിരുന്നു. ഇന്നങ്ങനെ ഇപ്പോഴങ്ങനെ വേർത്ത് ഒഴുകുകയാണ് AC ബസ്സിൻ്റെ അകത്ത്.